നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി. വരുന്ന 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ശക്തി ലഭിക്കുകയാണ്. എന്താണ് ആ ശക്തി എന്ന് ചോദിച്ചാൽ, 6-ാം ഇന്ദ്രിയം, അതായത് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് സിദ്ധിക്കുകയാണ്. ആ കഴിവ് നിമിത്തം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, എന്തെങ്കിലും മോശകരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷകരമായ വശങ്ങൾ നിങ്ങളിലേക്ക് വന്ന് പെടുകയാണെങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും, അത് നമ്മളിൽ വന്ന് ഭവിക്കാതെ എന്തെങ്കിലും ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാതിരിക്കാനുള്ള മുൻകൂട്ടി കരുതലുകൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം. ചില ഗ്രഹങ്ങളുടെ അപൂർവമായ മാറ്റത്തിലൂടെയാണ് ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഈ ഒരു കഴിവ് നിങ്ങളിലേക്ക് സിദ്ധിച്ചിരിക്കുന്നത്. അത് എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതുമില്ല. 27 നക്ഷത്രക്കാരിൽ ഏതാനും ചില നക്ഷത്രക്കാർക്ക് മാത്രം 41 ദിവസത്തിനുള്ളിൽ ആ കഴിവ് സിദ്ധിക്കാനായി പോകുന്നത്. ഇതിൻ്റെ ഫലമായി ഒരു അത്ഭുത ശക്തി നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓരോ സിനിമകളിലൊക്കെ സൂപ്പർ പവറായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെയൊക്കെ കാണാറുണ്ട്. പെട്ടെന്നൊരു നിമിഷം ഒരു കഴിവ് അവരിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ആ കഴിവ് വെച്ച് പിന്നീട് മുൻകൂട്ടി വരാൻ പോകുന്ന പല പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും അതിന് തടയിടാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു ശക്തി. അതും ഇവിടെ സംഭവിക്കുകയാണ്. 6-ാം ഇന്ദ്രിയം എന്നതുപോലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദോഷങ്ങളോ അല്ലെങ്കിൽ വരാൻ പോകുന്ന നല്ലതായ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ നമ്മൾ പറയാറുണ്ട്. സ്വപ്നത്തിൽ ചില ആളുകൾക്ക് ദർശനമൊക്കെ ലഭിക്കാറുണ്ട്. ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. പിറ്റേ ദിവസമാകുമ്പോൾ അതേപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. അതും ഒരു സിക്സ്ത് സെൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെ ചില നക്ഷത്രക്കാർക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ്. 41 ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ചില ശക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവചിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടത്തിനെ എങ്ങനെ നമ്മൾക്ക് നേരെയാക്കാം എന്ന് നമ്മൾ പല വിധത്തിൽ തല പുകഞ്ഞ് ആലോചിക്കാറുണ്ട്. ഇവിടെ ഈ ഒരു ശക്തി നിങ്ങളിലേക്ക് എത്തുക നിമിത്തം നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, സേവിങ്സ് എങ്ങനെ ഏതൊക്കെ രീതിയിലൂടെ പോയാൽ നിങ്ങൾക്കൊരു കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ബുദ്ധിയിലുണ്ടാകുന്ന പല അത്ഭുത ശക്തി എന്നതിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മാറ്റമാണ് നിങ്ങളിലേക്ക് എത്താനായി പോകുന്നത്. അപ്പോൾ ചില ഭാഗ്യശാലികൾ, ഈ ഒരു 2025 വർഷം അത്രത്തോളം മഹത്വപൂർണ്ണമായ ഒരു വർഷമാണ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല, അത്രയ്ക്കും മഹത്വപൂർണ്ണമായ മാറ്റങ്ങളാണ് ഓരോ നക്ഷത്രക്കാരിലൂടെയും വന്ന് ഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 വളരെയേറെ ശ്രേഷ്ഠമായ ഒരു വർഷമെന്ന് എങ്ങനെയായാലും ഏതൊക്കെ ആംഗിളിൽ നിന്ന് നോക്കിയാലും പറയാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6-ാം ഇന്ദ്രിയ, സിക്സ്ത് സെൻസ് 2025 ഈ വർഷത്തിൽ 41 ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്താനായി പോവുകയാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഒരു സൂപ്പർ പവർ വന്ന് ഭവിക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തിക നക്ഷത്രമാണ്. വളരെ ശ്രദ്ധാലുക്കളായ നക്ഷത്രമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. കീർത്തിയേറുമെന്ന് പറയുന്നത് കാരണം ഇവർക്ക് കീർത്തിയേറാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഇവരിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ, കോൺസെൻട്രേഷൻ എന്ന് പറയും, ആ ഒരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് വിജയമുണ്ടാകും, കീർത്തി ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യത്തിനും ചിലപ്പോൾ അല്പം എടുത്തുചാട്ടം കൂടുതലായും ഇവർ കാണിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഇവരിൽ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏത് കാര്യത്തിനും മറ്റുള്ളവർ പതുങ്ങി ഇരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവർ എടുത്തുചാടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരിലേക്കാണ് ഈ ജന്മനാ തന്നെ ഇങ്ങനെ ഒരു പവർ ഇവരിലേക്കുണ്ട്. അതുകൂടാതെ ഈ 41 ദിവസത്തിനുള്ളിൽ പ്രത്യേക ഒരു പവർ ഇവരിലേക്ക് എത്തുക നിമിത്തം ഏതു കാര്യത്തിനും ഒരു വിജയം ഇവർക്കുണ്ടാകും. ഏത് കാര്യത്തിനായി മുന്നിട്ടിറങ്ങിയാലും അത് വിജയത്തിൽ തന്നെയായിരിക്കും ഇവർക്ക് കലാശിക്കുന്നത്. അതുകൂടാതെ നിങ്ങളിലേക്ക് ഒരു പവർ കൂടി വരികയാണ്. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെന്താണ് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ്, നിങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷവശങ്ങൾ അവർ കൊണ്ടുവരുമോ, അവരിൽ നിന്ന് എന്തെങ്കിലും ദോഷപ്രഭാവം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയട്ടെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ശക്തി കൂടിയാണ് നിങ്ങളിലേക്ക് ഇവിടെ എത്താനായി പോകുന്നത്. അത് നിമിത്തം ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ദ്രോഹമായി കൂടെ ഉള്ളത് എന്ന് നിങ്ങൾക്കിനി മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്നവരെ ഒരു കൈ അകലത്തിൽ നിർത്താനായും അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് വരുന്നതിന് തടയിടാനായും നിങ്ങൾക്കിവിടെ സാധിക്കുന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഏതെങ്കിലും ആപത്തൊക്കെ സംഭവിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വെളിപാട് എന്നതുപോലെ തന്നെ ഈ അറിവുകൾ എത്തപ്പെടുകയും അതുവഴി എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ഉള്ളത് ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
കൂടാതെ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾക്ക് വളരെയേറെ വില കൽപ്പിക്കുന്നവരാണ്. സ്വന്തം ജീവൻ കൊടുത്തായാലും കൂടെ നിൽക്കുന്ന ആളുകളെ സഹായിക്കണമെന്ന ഒരു ചിന്തയും ആഗ്രഹവും ഒക്കെ ഉള്ളവരാണ്. വളരെയധികം നല്ല മനസ്സിനുടമകളായതിനാൽ തന്നെയാണ് ഈ ഒരു ശക്തി അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യവും ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ജന്മനാ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പ്രവചനം പോലെ പറയുവാനും അത് ശരിയായി മാറാനുമുള്ള ഒരു കഴിവ് ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളതാണ്. സാധാരണ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന, ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ കൂട്ടർക്ക് ഇവർക്ക് മുന്നേ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജന്മനാ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ബാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ ഒരു കഴിവുള്ളതിനാൽ തന്നെ ചില ആളുകൾ ഇവരുടെ ഈ കഴിവിനെ കളിയാക്കാറുമുണ്ട്. ഒരിക്കലും തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരെ കളിയാക്കാൻ പാടുള്ളതല്ല. അവർക്ക് ജന്മനാ തന്നെ ചില കഴിവുകൾ ഭഗവാനിൽ നിന്ന് ഈശ്വരാധീനം പോലെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതാണ്. അവരുടെ സൃഷ്ടിയിൽ തന്നെ അവർക്കത് ഉള്ളതിനാലാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്നൊക്കെ നമ്മളോടായി അവർ പറയുന്നത്. അത് ശ്രവിക്കാനായി ഏവരും ശ്രദ്ധിക്കുക. കാരണം അത് ദൈവാധീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വെളിപാട് എന്നതുപോലെയാണ് ഈ നക്ഷത്രക്കാർ പറയുന്നത്. ഇവിടെ 41 ദിവസത്തിനുള്ളിൽ വീണ്ടും അവരുടെ ആ ഒരു ശക്തിക്ക് മാറ്റി കൂട്ടുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് വരാനായി പോകുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധുക്കൾക്കായാലും അല്ലെങ്കിൽ തൻ്റെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അസ്വസ്ഥതകളൊക്കെ ഇവരിൽ വന്ന് നിറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തോ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ ദോഷം വരുന്നു എന്നൊക്കെ ചിന്തകൾ ഇവരിൽ എത്തുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. കാരണം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ചില കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയോടുകൂടിയാണ് ജന്മമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമേറെ ചെല്ലുന്നതനുസരിച്ച് ഇത് കൂടുകയേ ഉള്ളൂ. അതായത് തിരുവാതിര നക്ഷത്രത്തിലായ മുത്തശ്ശന്മാർ ഒക്കെ അച്ഛൻ അമ്മ അങ്ങനെ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ മക്കളായ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരിൽ വെറുതെ ഇരുന്ന് പറയുന്നതല്ല. ആ പ്രായമായതല്ലേ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുകയല്ല വേണ്ട. അവർ പറയുന്നതിൻ്റെ വശങ്ങൾ അവർക്കൊരു പ്രത്യേക കഴിവ് സിദ്ധിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള സമയങ്ങളിൽ ആ കഴിവ് കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് അവരേതെങ്കിലും നല്ല വശങ്ങളായാലും ചീത്ത വശങ്ങളായാലും പറഞ്ഞു തന്നാൽ അത് കേൾക്കാനുള്ള മനസ്സ് ഏവരും കാണിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മൂന്നാമത്തെ നക്ഷത്രം മകയിരമാണ്. മനസ്സിൽ എന്ത് തോന്നിയാലും അത് പെട്ടെന്ന് പുറത്ത് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശത്രുക്കളും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഇവർ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടാകാറുണ്ട്. കാരണം ചില ആളുകളുടെ ജീവിതത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫലിക്കാറുമുണ്ട്. വെറുതെ ആണെങ്കിലും തമാശ രൂപേണയാണ് ഇവർ പറയുന്നതെങ്കിലും അതൊക്കെ ഫലിച്ചിട്ടുള്ളതിനാൽ ചില ആളുകൾക്ക് മകയിരം നക്ഷത്രജാതരായ ആളുകൾ പറയുന്നത് കേൾക്കാനും എന്തെങ്കിലും നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് അത് ഇഷ്ടമാവുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ജന്മനാ തന്നെ ഒരു സിദ്ധി ലഭിച്ചിട്ടുള്ളതിനാലാണ് ഇവർ ചില കാര്യങ്ങൾ പ്രവചനം പോലെ ഇങ്ങനെ പറയുന്നത്. പഠനം, ജോലി ഇതിലൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകയിരം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ചില കാര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതിവർ പല രീതിയിലായി അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ കുട്ടിയായിരിക്കും അത് പറയുമ്പോൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ മുതിർന്നു വരുന്നതനുസരിച്ച് ഇവരുടെ ആ കഴിവ് വർദ്ധിച്ച് തന്നെയാണ് വരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ 41 ദിവസത്തിനുള്ളിൽ പ്രത്യേക ഒരു ശക്തി കൂടി ഇവരിലേക്ക്, ഒരു ദൈവാധീന ശക്തി ഒന്നുകൂടി ഇവരിലേക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരായ ആളുകൾ ഗ്രഹത്തിലുണ്ടെങ്കിൽ അത് മുതിർന്നവരാകട്ടെ കുട്ടികളാവട്ടെ ആരുമായിക്കൊള്ളട്ടെ, ഇവർ പറയുന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വന്നാൽ നീ അത് ചെയ്യണ്ട, നീ ഇപ്പോൾ അത് പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ അവർ എന്തെങ്കിലും ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടായിട്ടായിരിക്കും അത് പറയുന്നത് എന്നൊരു തോന്നലോടുകൂടി വേണം എല്ലാവരും അവരെ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട്. കാരണം ദൈവികമായ ഒരു ശക്തിയും ഒരു ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന പ്രത്യേകമായിട്ടൊരു ശക്തി ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഇക്കൂട്ടർ. നാലാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ശുദ്ധ ഹൃദയത്തിന് ഉടമകളാണ്. ശുദ്ധ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവരിൽ ഈശ്വരാധീനം വളരെയധികം ഉള്ളതാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ വന്ന് ഭവിക്കാമെന്നതായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനി നാളെ അത് എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊരു ചിന്തനം നടത്തിയതിന് ശേഷമായി ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മെല്ലെ പോക്കായിരിക്കും ഇവർ സ്വീകരിക്കുന്നത്. മറ്റുള്ളവർ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ഒരുപാട് പ്രാവശ്യം, ഒരു 100 ആവർത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടൊരു പയ്യെ പന്മി നടക്കുന്നു എന്നൊക്കെ ചിലവർ പറയുമ്പോഴും ഇവർ
ഒരു കാര്യം ചെയ്ത് വിജയത്തിലെത്തിക്കുകയും പക്ഷേ മറ്റു ചില ആളുകൾ അത് എടുത്തു ചാടി ചെയ്ത് തെറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതാണ് ഈ തൃട്ടായ നക്ഷത്രവും മറ്റു നക്ഷത്രവും തമ്മിലുള്ള വ്യത്യാസം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആപത്ത് കുടുംബത്തിൽ സംഭവിക്കുന്നതിന് പോകുന്നതിന് മുൻപേ തന്നെ ഇവർക്ക് അത് ദൈവം മുൻകൂട്ടി കാണിക്കാറുമുണ്ട്. അത് ഇവരുടെ 6-ാം ഇന്ദ്രിയത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി കൊണ്ടാണ്. ഈ വരുന്ന 41 ദിവസത്തിനുള്ളിൽ ആ ഒരു ശക്തിക്ക് കൂടുതൽ പകിട്ടേകുന്ന അല്ലെങ്കിൽ മാറ്റേകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതുമാണ്. അപ്പോൾ ജന്മനാ തന്നെ 6-ാം ഇന്ദ്രിയം പ്രവർത്തിക്കുക. ഇവർക്കും ഒരു പ്രത്യേക സിക്സ്ത് സെൻസ് ഉണ്ട്. അതായത് നമ്മുടെ മുഖത്തിന് നേരെ ഒരു കൈ ഓങ്ങി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ അതുകൊണ്ടല്ലേ മുഖം പുറകോട്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കൊള്ളും അല്ലെങ്കിൽ തട്ടും. എന്തെങ്കിലുമൊക്കെ ഒരു മരം അല്ലെങ്കിൽ ഒടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ദേഹത്ത് അത് ആപത്തുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പുറത്തോട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾക്കുണ്ടാകുന്ന ഒരു നമ്മുടെ മെമ്മറിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തലച്ചോറിന് പെട്ടെന്ന് ഇത് മനസ്സിലാവുകയും അത് നമ്മളെ ജീവിതത്തിലേക്ക് വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു പ്രത്യേക പവർ. പക്ഷേ ഈ പവറിൻ്റെ പ്രത്യേകത ജന്മനാ തന്നെ ഒരു ദൈവാധീനപരമായി സിദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 6-ാം ഇന്ദ്രിയം, അതായത് ഒരു ജ്ഞാനം ഇവർക്കുണ്ടാകുന്നു. ഏതെങ്കിലും പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുമ്പോൾ, അതായത് ഒരു വാഹനത്തിൽ കയറുമ്പോൾ അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് കരുതി ചില ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ആ വാഹനം കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ അതെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് തകരാറിലാകാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക പവറാണ്. അപ്പോൾ ഈ 4 നക്ഷത്രക്കാർക്ക് ആ പവർ ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 41 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഇവർക്ക് വളരെയധികം ഇതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക കഴിവും മാറ്റങ്ങളുമൊക്കെ വരാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്.